നമസ്കാരം. അഗ്നിഹോത്രികളുടെ 2025 മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം. മകൻ നക്ഷത്രം. മകൻ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 മെയ് 1 മുതൽ 31 വരെ, അതായത് മേടം 18 മുതൽ ഇടവം 17 വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങളാണ്. നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. ആകർഷണീയമായ വ്യക്തിത്വത്തിന് ഉടമകളാണ് മകൻ നക്ഷത്രക്കാർ. കൂടാതെ എവിടെ പോയാലും സ്വന്തം പ്രാമുഖ്യം നിലനിർത്തുന്നവരുമാണിവർ. ഏതിൻ്റെയെങ്കിലും ഉത്തരവാദിത്വം ഏൽക്കുകയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ചെയ്യുവാനായി ശ്രമിക്കുന്നവരാണ്. മകൻ നക്ഷത്രക്കാർ കർമ്മോദ്യുക്തരും കഠിനാധ്വാനികളുമാണ്. ജോലി ചെയ്യുവാനായി ഇവർക്ക് സുനിശ്ചിതമായ ഒരു രീതി തന്നെയുണ്ട്. സമൂഹത്തിലെ ഉന്നതരുമായുള്ള ബന്ധങ്ങൾ വഴി നല്ല പ്രയോജനങ്ങളും ഉണ്ടാകുന്ന ഒരു മാസമാണ്. മൃദുഭാഷിയും ശാസ്ത്ര സംബന്ധിയായ വിഷയങ്ങളിൽ ആധിപത്യം ഉണ്ടായിരിക്കുകയും ചെയ്യുന്നതാണ്. വിദ്യാർത്ഥികളാണെങ്കിൽ നല്ല വിജയം കൈവരിക്കുവാനുള്ള അവസരമുണ്ടാകുന്നതാണ്. വിദേശയാത്ര, ഉയർന്ന ജോലി എന്നിവ ആഗ്രഹിക്കുന്നവർക്കെല്ലാം തന്നെ ഇഷ്ടകാര്യസിദ്ധി കാണുന്ന സമയമാണ്. ഓഹരിയിലോ ബിസിനസ്സിലോ ശ്രദ്ധ നൽകുന്നവർക്ക് അല്പം അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്ന മാസമാണ്. അതുകൊണ്ട് ഓഹരികളിൽ പണം നിക്ഷേപിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ നന്ന്. സമ്പത്തും പദവിയും ഈ കാലയളവിൽ വർദ്ധിക്കുകയും മനസ്സമാധാനവും കുടുംബത്തിൽ സന്തോഷവും നിലനിർത്താനാവുകയും ചെയ്യുന്നു. നിങ്ങളുടെ സാമ്പത്തിക ശേഷി വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ നിലവിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് നല്ല നിലയിൽ എത്താനാവുന്നതാണ്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ പേരും പ്രശസ്തിയും വർദ്ധിക്കുന്നു. നിങ്ങളുടെ ആഡംബര ജീവിതം വർദ്ധിപ്പിക്കുന്നതിനുള്ള അവസരങ്ങൾ ലഭിക്കുമെങ്കിലും അല്പം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണെന്നാണ് കാണുന്നത്. കുടുംബത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠന മേഖലയിൽ കഴിവുകൾ പ്രകടിപ്പിക്കാനാവുകയും സമ്മാനങ്ങളും അവാർഡുകളും പ്രശസ്തി പത്രങ്ങളും പിന്നീട് ജോലിയിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരുവാനുള്ള മേഖലകളിൽ സജീവമാകുവാനും സാധിക്കുന്നതായി കാണുന്നു. ജോലി, ബിസിനസ് തുടങ്ങിയ കർമ്മരംഗങ്ങളിൽ താൽക്കാലികമായ ഒരു മന്ദത കാണുന്നുണ്ടെങ്കിലും മെയ് 10 മുതൽ തന്നെ കാര്യമായ പുരോഗതിയും സന്തോഷവും അനുഭവപ്പെട്ടു തുടങ്ങുന്നതാണ്. കുടുംബസൗഖ്യം, സമാധാനം, സാമ്പത്തിക ഭദ്രത എന്നിവയാൽ ജീവിതം കൂടുതൽ മനോഹരമാകുന്നു. അവിവാഹിതർക്ക് വിവാഹയോഗം കാണുന്നുണ്ട്. പ്രണയസാഫല്യം, ഇഷ്ടജന സമ്പർക്കം, ഇഷ്ടജന സന്ദർശനം എന്നിവയും അനുഭവയോഗ്യമാകുന്നു. ഇനി കല, സാഹിത്യം, സിനിമ, മറ്റു കലാകാരന്മാർക്കും കൈവരുന്ന സുവർണാവസരങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ മാസാവസാനത്തോടെ വരുന്ന അനാവശ്യ ചിലവുകളും ആഡംബര ഭ്രമവും ധനനഷ്ടത്തിനിടയാക്കുന്നു. അതുകൊണ്ട് മാസാവസാനം അതീവ നിഷ്കർഷത സാമ്പത്തിക കാര്യങ്ങളിൽ പുലർത്തുന്നത് ഗുണം ചെയ്യും. നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, ദാനധർമ്മങ്ങൾ, വിഷമിക്കുന്ന എല്ലാവരെയും സഹായിക്കുന്നതിലൂടെയും സമൂഹത്തിൽ മാന്യത, ആദരവ് കൂടാതെ ഈശ്വരാനുകൂലം എന്നിവ ഉണ്ടാകുന്നു. നിങ്ങളുടെ കർമ്മരംഗങ്ങളിലും കുടുംബ, സാമൂഹിക, സാമ്പത്തിക രംഗങ്ങളിലും തികച്ചും പൂർണ്ണമായ മാനസിക സൗഖ്യം, ഉത്തരവാദിത്വബോധം, പുരോഗതി എന്നിവ കാണുന്നു. വിപുലീകരിക്കപ്പെടുന്ന തങ്ങളുടെ കർമ്മരംഗങ്ങളിൽ ഉയർച്ച, സ്ഥാനക്കയറ്റം, സഹപ്രവർത്തകരിൽ നിന്നും അനുകൂലം എന്നിവ ഉണ്ടാകുന്നു. 16, 17, 27, 25 കൂടാതെ 7 എന്നീ തീയതികൾ ശുഭകാര്യങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. പൂയം, അത്തം, ചോതി, അനിഴം, തിരുവോണം, ചതയം എന്നീ നക്ഷത്രങ്ങളാണ് മകൻ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സൗഹൃദത്തിലും നിങ്ങളുടെ പങ്കാളിത്ത ബിസിനസ്സിലും ശുഭകാര്യങ്ങളുടെ ചർച്ചകളിലും തീരുമാനങ്ങളിലും ഈ നക്ഷത്രക്കാരെ കൂടി ചേർക്കാവുന്നതാണ്. 7 ആണ് മകൻ നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ. പിങ്ക് ആണ് ഭാഗ്യനിറം. വെള്ളിയാഴ്ച ദിവസങ്ങൾ മകൻ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമാണ്. അതുകൊണ്ട് ശുഭകാര്യങ്ങൾ ആരംഭിക്കുന്നതിനായി നിർദ്ദേശിച്ചിട്ടുള്ള തീയതികളിൽ നിർദ്ദിഷ്ട
നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ അണിയുന്നതും നിയുക്ത ദിവസങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്നതും ഏറെ ഗുണപ്രദമായി കാണുന്നു. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ തട്ടകത്തെ ദേവീക്ഷേത്രങ്ങളിൽ അർച്ചന നടത്തുന്നതും ശിവക്ഷേത്രങ്ങൾ സന്ദർശിച്ച് ജലധാര, കൂവളത്തിലമാല, പിൻവിളക്ക്, മുൻവിളക്ക് എന്നീ വഴിപാടുകൾ നടത്തുന്നതും ഏറെ ഗുണം ചെയ്യുന്നു. ജാതി മത ഭേദമന്യേ തങ്ങളുടെ ആരാധനാലയങ്ങൾ സന്ദർശിച്ച് ഉത്തമ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഈശ്വരാനുകൂലം വർദ്ധിപ്പിക്കുവാൻ സഹായകമാകുന്നു. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാന ലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷ നിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.